വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഒരു യുവതിയുടെ മരണവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും കേട്ടാലും പഠിക്കാത്തവരാണ് നമ്മളെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വളരെ ഖേദത്തോടെ തന്നെ പറയേണ്ടി വരും. ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എടപ്പാൾ ശുഗപുരം കാരാട്ട് സദാനന്ദന്റെ മകൾ രോഷ്നിയാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർതൃപിതാവിനെ കാണാനായി ചൊവ്വാഴ്ച രാത്രിയാണ് ഭർത്താവ് രാജേഷിനും മകൾ ഋതുലക്ഷ്മിക്കുമൊപ്പം രോഷ്നി തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസിൽ യാത്ര തിരിക്കുന്നത്. ബിരുദാനന്തര ബിരുദധാരിയായ രോഷ്നി 3 PSC പരീക്ഷകളിലും ദേവസ്വം ബോർഡ് പരീക്ഷയിലും വിജയിച്ച് ജോലിക്കായി കാത്തിരിക്കുകയുമായിരുന്നു. യാത്രക്കിടെ കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടുകൂടി രോഷ്നി ശുചിമുറിയിലേക്ക് പോകണമെന്ന് പറയുകയായിരുന്നു. തുടർന്ന് രാജേഷ് രോഷ്നിയെ അനുഗമിക്കുകയും ചെയ്തു. രോഷ്നി ശുചിമുറിയിലേക്ക് പോയ ശേഷം രാജേഷ് അവിടെ മാറി നിൽക്കുകയും ചെയ്തു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും റോഷ്നി ശുചിമുറിയിൽ നിന്നും ഇറങ്ങി വരാത്തത് കണ്ട് നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ ഇല്ല എന്ന വിവരം അറിയുന്നത്. തുടർന്ന് TTRയുടെ സഹായത്തോടെ ട്രെയിനിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് സംഭവം റെയിൽവേ പോലീസിനെ അറിയിക്കുകയും റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചോളാർപെട്ടിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട നിലയിൽ റോഷ്നിയെ കണ്ടെത്തുകയും ചെയ്യുന്നത്. ശുചിമുറിയിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് ട്രെയിനിലെ തുറന്നുകിടന്ന വാതിലിലൂടെ റോഷ്നി പുറത്തേക്ക് തെറിച്ചു വീണതാണ് എന്നാണ് കരുതുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സമീപകാലങ്ങളിലായി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ ഇത്തരത്തിലുള്ള നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിക്കവാറും വേഗതയിൽ പോകുന്ന ട്രെയിനുകൾ പാലങ്ങളിലൂടെയോ അല്ലെങ്കിൽ വളവുകളിലൂടെയോ പോകുമ്പോൾ ആടിയുലയാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്താണ് നമ്മൾ ശുചിമുറിയിലേക്ക് പോകുന്നത് എങ്കിൽ തുറന്നു കിടക്കുന്ന വാതിലിന് സമീപത്തെത്തുമ്പോൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ശുചിമുറിയുടെ സമീപത്തേക്ക് പോകുന്നവർ ട്രെയിനിന്റെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് മാത്രം പോകാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രെയിനിലെ വാഷ് ബേസ് ഉപയോഗിക്കുമ്പോഴും വാതിൽ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം വേഗത കൂടുന്നതിനനുസരിച്ച് ട്രെയിനിന്റെ വാതിൽ ഏത് സമയവും ശക്തിയായി അടയാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ദിനംപ്രതി ഇത്രയേറെ അപകടങ്ങൾ സംഭവിച്ചിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.